കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 121 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇവിടെ ദൈവത്തിന്റെ കാവലും പരിപാലനവുമാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവയുടെ പരിപാലനം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ നമ്മളെ പരിപാലിക്കും. നമ്മുടെ പ്രാണനെ ദൈവം പരിപാലിക്കും. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ദൈവം പരിപാലിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, എത്ര സന്തോഷകരമായ ഒരു വിടുതലിന്റെ വചനമാണ്. ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഭക്തന് ദൈവം നൽകുന്ന പരിപാലനം അല്ലെങ്കിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, നമ്മുടെ പ്രാണനെ അഥവാ നമ്മുടെ ജീവനെ തന്നവനായ ദൈവം ആ ജീവനെ കാക്കുകയും ദൈവത്തിന് നമ്മുടെ പ്രാണന്റെ മേൽ അധികാരം ഉണ്ട്. പ്രാണനെ തന്ന ദൈവം പ്രാണനെ പരിപാലിക്കുവാൻ വിശ്വസ്തനാണ്. അതെ, നമ്മുടെ പരിപാലകനായ ദൈവം മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ പരിപാലിക്കുന്നു. എപ്പോഴും അവൻ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം. 68 സങ്കീർത്തനത്തിന്റെ 20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവർ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലാനുഭവങ്ങളിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ മരണത്തിൽ നിന്നും നമ്മുടെ പ്രാണനെ രക്ഷിച്ച ദൈവം, മരണത്തിൽ നിന്നും നമ്മുടെ ജീവനെ വിടുവിച്ചെടുത്ത നമ്മുടെ ദൈവം, എത്രയോ പ്രാവശ്യം രോഗത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ പ്രാണൻ അറ്റുപോകേണ്ട സാഹചര്യങ്ങളിൽ കടന്നു വന്ന് സൗഖ്യദായകനായി നമ്മെ വിടുവിച്ചെടുത്ത ദൈവത്തിന്റെ വിധങ്ങൾ എത്ര വലുതാണ്. 23 സങ്കീർത്തനവും ഇടയന്റെ പരിപാലനങ്ങളെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇടയൻ ആടുകളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് നടത്തി തന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചൂടേറിയ അനുഭവം, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വിചാരങ്ങൾ, നാളെയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ പലവിധമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ, നമ്മുടെ പ്രാണനിൽ ചൂട് തട്ടുമ്പോൾ, എന്ത് ചെയ്യണം അറിയാൻ നാം ഭാരപ്പെടുമ്പോൾ, നമ്മുടെ പ്രാണനെ തണുപ്പിച്ച് പരിപാലിക്കുന്ന പരിപാലകന്റെ കരുതൽ, പരിപാലനം എത്ര വലുതാണ്. അതെ, ഇന്ന് നീ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്തായാലും അതിന്മേൽ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. ദാവീദിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, തന്റെ പ്രാണനെ എടുത്തു കളയുവാൻ ശൗൽ എത്രയോ വട്ടം അതിനുവേണ്ടി ദുഷ്ടാലോചനകൾ നടത്തി. എന്നാൽ ശൗലിന്റെ പിടിയിൽ നിന്നും തന്റെ പ്രാണനെ രക്ഷിച്ച് പരിപാലിച്ച സർവശക്തനായ ദൈവം ഒരിക്കൽ ദാവീദ് പറഞ്ഞു, ഞാൻ ശൗലിന്റെ കയ്യാൽ നശിക്കേ ഉള്ളൂ എന്ന്. അതേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിചാരങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവം തന്റെ സൂക്ഷിപ്പിലൂടെ പ്രാണനെ പരിപാലിക്കുന്ന വിധങ്ങൾ, ദാവീദിനെ രക്ഷിച്ച
പരിപാലിച്ചെടുത്ത വിധങ്ങൾ എത്രയോ വലുതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നീ കടന്നു പോകുന്ന വേദനകൾ, നിന്റെ മനോഭാരങ്ങൾ, നിന്റെ ജീവനോട് പോരാടുന്ന വിഷയങ്ങൾ, എന്തായാലും പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. നാം ഹിസ്കിയാ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ തന്നെ അമർത്തിയപ്പോൾ മരിച്ചു പോകുമെന്നുള്ള നിലവാരത്തിലേക്ക് താൻ മാറ്റപ്പെടുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തി ദൈവം തൻ്റെ പ്രാണനെ പാതാള കുഴിയിൽ നിന്നും വലിച്ചെടുത്തു. അവന്റെ ജീവിതത്തിൽ 15 വർഷം കൂടെ ദൈവം നീട്ടിക്കൊടുത്തു. അതേ, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേട്ടിൽ നിന്നും വിടുവിച്ച് പ്രാണനെ പരിപാലിച്ച് ജീവന്റെ പാറമേൽ നിർത്തി വായിൽ സ്തുതിയെ തരുവാൻ കഴിവുള്ളവനായ ദൈവം, ആ ദൈവം ജീവിക്കുന്നു. നിന്റെ പ്രാണനെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിപാലിക്കുന്ന ദൈവം ഇന്നല്ല, നിന്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഉള്ളങ്കയിൽ വഹിച്ചുകൊണ്ട് നിന്നെ വലങ്കരത്താൽ താങ്ങി നിന്നെ സഹായിച്ചുകൊണ്ട് നിന്നെ വിടുവിച്ചെടുത്ത് നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ പരിപാലനത്തിങ്കിൽ നമുക്കായിരിക്കാം. അവൻ നമ്മുടെ പ്രാണനെ, ഗമന ആഗമനങ്ങളെ എപ്പോഴും പരിപാലിക്കും ദൈവമാണ്. അവൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാണനെ പരിപാലിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നിന്റെ പരിപാലനം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ ചെറിയ ആശ്വാസവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കത്തും സൂക്ഷിയിൽ പാസ്റ്റർ കെ. സാമുവേൽ.